പറഞ്ഞ മഹാന്മാരുണ്ട്. വൽ അസുർ, അസുർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. കാരണം ആളുകൾക്ക് ഖളാ ആകാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു നിസ്കാരമാണ് അസുർ നിസ്കാരം. ഖളാ ആക്കിയാൽ, നഷ്ടപ്പെടുത്തിയാൽ വലിയ പോരായ്മ കിട്ടുന്ന ഒരു നിസ്കാരമാണ് അസുർ നിസ്കാരം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മൻ ഫാതത്തുഹു സലാത്തുൽ അസ്രി ഫകഅന്നമാ വുതിറ അഹ്ലുഹു വമാലു. അസുർ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിലും സമ്പത്തിലും ബറക്കത്തില്ലാതെ പോലെയാണ്. അവന്റെ കുടുംബത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടുപോയി, അവന്റെ സമ്പത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടുപോയി. അസ്ർ നിസ്കാരം പല വിധേനയും നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ അത് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞ നിസ്കാരം കൂടിയാണെന്നാണ് മഹാന്മാര് പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, 5 നിസ്കാരങ്ങളിൽ അല്ലാഹു പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞ നിസ്കാരം അസ്ർ നിസ്കാരമാണ്. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. സ്വലാത്തുൽ വുസ്താ എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. ആ സ്വലാത്തുൽ വുസ്താ എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തു പറഞ്ഞൊരു നിസ്കാരം മാത്രല്ല, അസ്ർ നിസ്കാരത്തിന് ഒരുപാട് ബഹുമതികളുണ്ട്. അതിലൊന്ന്, കഴിവിന്റെ പരമാവധി സഹോദരന്മാരെ, എല്ലാ നിസ്കാരങ്ങളിലും ജമാഅത്തിന് കൂടാൻ കഴിയാത്ത ആൾക്കാർ അസ്റിനും സുബ്ഹിക്കെങ്കിലും ജമാഅത്തിന് കൂടണം. 5നും കൂടാൻ കഴിയുന്ന ആൾക്കാർ 5നും കൂടണം. അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിന് കഴിയാത്ത ആളുകൾ അസ്റിനും സുബ്ഹിക്കെങ്കിലും കൂടണം. ആ 2 വക്തിനും. മഗ്രിബിന് നമ്മുടെ നാട്ടിൽ സജീവാണ്, അതുകൊണ്ട് അതും നടന്നോളും. മഗ്രിബിന് സജീവാണല്ലോ. അസ്റിനും സുബ്ഹിക്കും അത് പ്രത്യേകം ബഹുമതിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഫർള് നിസ്കാരങ്ങളിൽ പ്രത്യേകം സത്യം ചെയ്തു പറഞ്ഞ 2 നിസ്കാരങ്ങൾ, ഒന്ന് വൽ ഫജ്രി വലയാലിൻ അശ്ർ, മറ്റൊന്ന് വൽ അസുർ. അസുർ നിസ്കാരം തന്നെയാണ് സത്യം, ഫജ്ർ നിസ്കാരം തന്നെയാണ് സത്യം. ളുഹർ നിസ്കാരം ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മഗ്രിബ് നിസ്കാരം ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതൊന്നും നിസ്കരിക്കണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ആ നിസ്കാരത്തെക്കാൾ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന ജമാഅത്താണ് അസുറിന്റെ ജമാഅത്തും സുബീന്റെ ജമാഅത്തും. ളുഹറിന്റെ ജമാഅത്തിൽ 2 കൂട്ടം മലക്കുകളില്ല. മഗ്രിബിന്റെ ജമാഅത്തിലും 2 കൂട്ടം മലക്കുകളില്ല. ഇശാഇന്റെ ജമാഅത്തിലും 2 കൂട്ടം മലക്കുകളില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ പലരും എല്ലാരും മഗ്രിബ് നിസ്കരിച്ചു, ചിലരൊക്കെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാകും. ഞാൻ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത്. ഇശാ നിസ്കരിച്ചിട്ടുണ്ടാകും. ഇശായിലും മഗ്രിബിലും ഒക്കെ ഒറ്റ കൂട്ടം മലക്കുകളാണ്. ഏതാ മലക്കുകള്? അസ്റിന് വന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. അവർ അസ്ർ നിസ്കാരത്തിലുണ്ട്, മഗ്രിബ് നിസ്കാരത്തിലുണ്ട്, ഇശാ നിസ്കാരത്തിലുണ്ട്. ജമാഅത്തിന് പ്രത്യേകം സംബന്ധിക്കുന്ന മലക്കുകൾ. നാളെ സുബഹിക്കും അവരുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അവർ പോകും. ആ സുബഹിന്റെ ജമാഅത്തിലേക്ക് സംബന്ധിക്കാൻ പുതിയൊരു വിഭാഗം എത്തും. അപ്പോൾ ഇന്ന് മഗ്രിബിനും ഇശാഇനും കൂടിയവര് നാളെ സുബഹി കഴിഞ്ഞു പോകാനിരിക്കുന്നവരും സുബഹി നിസ്കാരത്തിലുണ്ട്. ഇറങ്ങി വരുന്ന പുതിയ വിഭാഗവും സുബഹിയിലുണ്ട്. ആ സുബഹി നിസ്കാരത്തിൽ വന്ന വിഭാഗം മലക്കുകൾ സുബഹി, ളുഹർ, അസ്ർ, അസ്റിന് കൂടിയിട്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അപ്പൊ അസ്റിലേക്കൊരു പുതിയ വിഭാഗം മലക്കുകളും വരുന്നു. യതഅഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. ഉടനെയായി മലക്കുകൾ അതാ 2 നിസ്കാരങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. 2 കൂട്ടം മലക്കുകൾ പങ്കെടുക്കുന്ന 2 ജമാഅത്തുകൾ, അത് സുബ്ഹിയും അസ്റുമാണ്. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ നമ്മുടെ വീട്ടിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. പുരുഷന്മാരൊക്കെ കഴിവിന്റെ പരമാവധി ജമാഅത്തിൽ പള്ളികളിൽ തന്നെ കേന്ദ്രീകരിക്കണം. അസ്ർ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ നമുക്ക് മതിയാക്കാൻ കഴിയില്ല. ജനങ്ങൾ പലരും തിരക്കുമൂലം കച്ചവടങ്ങളിലും ജോലികളിലും കളികളിലുമായിട്ട് നഷ്ടപ്പെടുന്ന നിസ്കാരമാണല്ലോ ഏറെ സാധ്യതയുള്ള അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ എല്ലാവിധ വൃത്തികേടുകളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്ർ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതെ എന്നും ഖളാക്കുന്ന, ഇടക്കിടക്ക് ഖളാക്കുന്ന ആളുകൾ ഒരുപാട് വേണ്ടാത്തരങ്ങളിൽ അവർ ജീവിതം കൊണ്ടുപോകാൻ ഏറെ വഴിയുണ്ട്. അതുകൊണ്ടാണല്ലോ മദീനയിലെ ഒരു പെണ്ണ് ഒരു ദിവസം മദീനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നിട്ട് ആ പെണ്ണ് ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്, ദുല്ലൂനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ വീടൊന്ന് കാണിച്ചു തരണം, ആരെങ്കിലും കാണിച്ചു തരുമോ, ആരെങ്കിലും കാണിച്ചു തരുമോ? ആ പെണ്ണിങ്ങനെ ചോദിച്ച് നടക്കാണ്.
ഈ ചോദ്യം ഇങ്ങനെ നടന്നു മുന്നിലെത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഈ പെണ്ണെത്തി. ഈ പെണ്ണിനോട് ചോദിച്ചു, എന്താ നീ ചോദിക്കുന്നത്? എന്നെയല്ലേ നീ അന്വേഷിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നബിയേ, എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? ഭർത്താവ് എന്നിൽ നിന്ന് മറഞ്ഞു, ജോലിക്കോ മറ്റോ പോയി. ഞാൻ മറ്റൊരാളുമായി അവിഹിത വേഴ്ച നടത്തി. ആ അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന സുർക്കട്ടിന്നിലിട്ടിട്ട് ഞാൻ കൊന്നുകളഞ്ഞു. ആ വിഷയത്തിൽ എനിക്കുള്ള വിഷയം തങ്ങൾ നടപ്പിലാക്കണം. എനിക്ക് തൗബയുണ്ടോ നബിയേ? ഞാനിവിടെ എന്തെല്ലാം തെറ്റാണിപ്പോ ചെയ്തു കൂട്ടിയത്? ഒന്നാമതായി, ഭർത്താവിന്റെ അസാന്നിധ്യത്തില് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുമായി ബന്ധപ്പെട്ടു. ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. കൊല്ലാൻ ഉപയോഗിച്ച സുർക്ക വിൽപ്പന നടത്തുകയും ചെയ്തു. ഈ 3 വിഷയങ്ങളും എന്റെ ജീവിതത്തിൽ വന്നു. എനിക്ക് തൗബ ലഭിക്കുമോ? തങ്ങളെ മറുപടി, അമ്മസ്സിനാ ഫഅലൈകി റജും. വേശ്യാവൃത്തി നടത്തിയതിന് നിനക്ക് കിട്ടാനുള്ള ശിക്ഷ നിന്നെ എറിഞ്ഞു കൊല്ലലാണ്. എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് നിന്നിൽ നിന്ന് തൗബ വന്നാല്, ഖാലിസായ നിലക്കുള്ള തൗബ അല്ലാഹ് കബൂലാക്കിയാൽ നീ രക്ഷപ്പെട്ടതു തന്നെ. തരാനുള്ളത് അതാണ്. പക്ഷേ അമ്മാ ഖത്ലുൽ വലദി ഫജസാഉഹു ജഹന്നം. കുട്ടിയെ കൊന്നതിന് പകരം തരാനുള്ളത് ജഹന്നമാണ്. റബ്ബ് തീരുമാനിക്കേണ്ടതാണ്. അവൻ വിട്ടു തന്നാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു. വഅമ്മാ ബൈഉൽ ഖില്ലി, സുർക്ക വിൽപ്പന നടത്തിയതില്ലേ, ഫഖദിർതകബ്തി കബീറാ, ഒരു മഹാപമാപമാണ് പെണ്ണേ നീ ചെയ്തു വെച്ചത്. നജസായ സുർക്ക വിൽക്കാവതല്ലോ. കുട്ടിയെ അതിലിട്ടിട്ടല്ലേ നീ കൊന്നുകളഞ്ഞത്. പിന്നെ ആ സുർക്ക വിൽക്കാൻ പറ്റൂലല്ലോ. ഈ സുർക്ക നീ വിൽപ്പന നടത്തിയത് കബീറത്താണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയങ്ങൾ? ഈ തെറ്റുകളൊക്കെ നിന്നിൽ നിന്ന് വരാനുള്ള കാരണം, ലാകിൻ ളനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്ർ, നീ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്ന പെണ്ണാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അസ്ർ നിസ്കാരം തീരെ നിസ്കരിക്കാറില്ല അല്ലേ? അസ്ർ നിസ്കരിക്കാത്ത ഒറ്റ കുറവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഈ കാണുന്ന എല്ലാ വക തോന്നിവാസങ്ങളും വന്നു. വലിയ വലിയ ശിക്ഷ കിട്ടേണ്ട കാര്യങ്ങൾക്ക് നീ അർഹയായി. ചെറിയൊരു വിഷയമല്ലല്ലോ നിന്റെ ജീവിതത്തിൽ വന്നത്. സഹോദര, ആലോചിച്ചു നോക്കുക. അസ്ർ നിസ്കാരത്തിന്റെ ബർക്കത്ത്, അസ്ർ നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണ്. വൽ അസ്രി എന്നല്ലാഹു, ഇതിന്റെ പിന്നിലുള്ള വലിയൊരു രഹസ്യം അസ്ർ നിസ്കാരമാണ്. അസ്ർ നിസ്കാരം ഉമ്മമാരെ കഴിവിന്റെ പരമാവധി ശുഗലുകളൊക്കെ മാറ്റിവെച്ച് നിസ്കാരം എളുപ്പത്തിൽ നാം നിർവഹിക്കണം. ഒന്ന് ചെയ്തിട്ട് എന്ന് കരുതുമ്പോ ലാസ്റ്റ് അങ്ങ് പോകും. പിന്നെ മഗ്രിബിന്റെ വാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ കൈകെട്ടുക. ഒറ്റ നിസ്കാര കുപ്പായത്തിൽ തന്നെ അസുർ മഗ്രിബ് ഒന്നാകെ കിട്ടിയെന്നൊരു സമാധാനം ഉണ്ടാകും. അത് പോരാ, അസുർ നിസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നു. അസുറിന്റെ സമയത്ത് അല്ലാഹു സത്യം ചെയ്തതുപോലെ